ഇപ്പൊ നമ്മള് HSST എക്കണോമിക്സിന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണും. അപ്പൊ അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അവലോകനം ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ. സോ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അതിനു മുന്നേ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ എക്കണോമിക്സ് പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണ് കേരള PSC വിളിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാം ആണ് PSC നടത്തുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷകളെല്ലാം തന്നെ. അപ്പൊ അതില് എക്കണോമിക്സ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള കാറ്റഗറി നമ്പർ 715/2025 ആണ്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നടത്തുന്ന PSC പരീക്ഷയാണ്. പേ സ്കെയിൽ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും അട്രാക്റ്റീവ്. നമുക്ക് അറിയാം B.Edഉം PGയും ഒക്കെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവുക എന്നുള്ളത്. അതിനപ്പുറത്തോട്ട് നമുക്ക് എത്തിപ്പിടിക്കേണ്ടതായിട്ട് വേറൊന്നുമില്ല അല്ലെ, PG B.Ed ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച്. അപ്പം അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേ സ്കെയിലുമാണ് വന്നിട്ടുള്ളത്. 45,600 45,600 to 95,600 വരെയാണ് പേ സ്കെയില് വരുന്നത്. അപ്പം അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമിന്റെ ആപ്ലിക്കൻസിന്റെ എണ്ണവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാത്തിനും ഉപരിയായിട്ട് എല്ലാത്തിനും മുന്നേ നമ്മൾ ഓടിയെത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷം പബ്ലിഷ് ചെയ്യുന്ന ഷോർട്ട് ലിസ്റ്റ് പ്രകാരം ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ടി വരും. PSC നടത്തുന്ന തിരുവനന്തപുരത്തൊക്കെ വെച്ചിട്ടാണ് നോർമലി കഴിഞ്ഞ PSCയുടെ ഒക്കെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്, ഹയർ സെക്കൻഡറിയുടെ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഇന്റർവ്യൂവിന് ശേഷം നിങ്ങളുടെ റിട്ടേൺ എക്സാമിന്റെ മാർക്കും ഇന്റർവ്യൂയുടെ മാർക്കും പ്ലസ് ബാക്കി PG വെയിറ്റേജ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ് ടു 40 ഇയേഴ്സ് ആണ്. പിന്നെ ഏജ് റിലാക്സേഷൻസ് ഉള്ള കാസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലാക്സേഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇതുവരെ നടത്തിയിട്ടുള്ള എക്സാമുകളിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിലിനി മാറ്റമൊന്നും വരാനും പോകുന്നില്ല. നമ്മൾ പഠിക്കുമ്പോഴും ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻസ് എന്നുള്ളതാണ്. കാരണം നമ്മൾ പൊതുവെ ഒരു PGക്കോ അല്ലെങ്കിൽ B.Edനോ ഒന്നും പഠിക്കുന്നത് പോലെ essay ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു പഠിത്തമല്ല നമുക്ക് PSC പരീക്ഷകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ വേണ്ടത്. കാരണം അവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ PGയിൽ റാങ്ക് വാങ്ങിയ ഒരാളാണ് എന്ന് കരുതി PSC എക്സാമിൽ അതേ അറിവോടുകൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നൊരു നിർബന്ധവും ഇല്ല. കാരണം ആ ഒരു പഠന രീതിയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവലംബിക്കേണ്ട ഒരു പഠന രീതിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു essay ചോദിച്ചു കഴിഞ്ഞാൽ 2 പേജ് എഴുതിയാൽ അല്ലെങ്കിൽ 3 പേജ് എഴുതിയാൽ മാർക്ക് ഉറപ്പാണ്. ഇവിടെ നമ്മൾ എത്ര പേജ് എഴുതുന്നു അല്ലെങ്കിൽ എത്ര കണ്ടന്റ് അറിയാം എന്നതിനപ്പുറത്തോട്ട് ആ ഒരു ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ മനസ്സിലാക്കി ആ ഒരു കണ്ടന്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ധാരണ ലഭിക്കുക. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ PSCയുടെ തന്നെ ആയിരിക്കണം എന്നില്ല. PSCയുടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക, പ്ലസ് നെറ്റിന്റെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ്, സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, അതേപോലെ മറ്റ് PSC പരീക്ഷകളിൽ എക്കണോമിക്സ് വരുന്ന പോർഷൻസ് ഉണ്ടാകുമല്ലോ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, റിസർച്ച് ഓഫീസേഴ്സ്, അങ്ങനെയുള്ള പല PSCകളും നമ്മളെ കേരള ഗവൺമെന്റ് തന്നെ നടത്തുന്ന PSCകളുടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റഫർ ചെയ്യാം. പിന്നെ പല യൂണിവേഴ്സിറ്റികളും ഇപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ചില ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ബേസിലുള്ള എക്സാംസ് നടക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എങ്ങനെയാണ് ഒരു കണ്ടന്റിനെ പഠിക്കേണ്ടത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പൊ ആ രീതിയിൽ പഠിച്ചു മുന്നോട്ട് നീങ്ങുക. പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 4th ആണ്. ലാസ്റ്റ് ഡേറ്റ് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ നഷ്ടമൊന്നുമുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും
അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് മിനിറ്റ് ആയി നമ്മളോട് എല്ലാം പഠിക്കേണ്ട ഒരു ധൃതിയിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ മറന്നു പോയത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. 4th February വരെയാണ് ഡേറ്റ് വരുന്നത്. സോ ലീവ് ഇറ്റ്, അത് നോക്കണ്ട, നമ്മൾ അപ്ലൈ ചെയ്യാം. പിന്നെയുള്ളത് മാർക്ക് 100 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. പിന്നെ ഡ്യൂറേഷൻ നോർമലി ഉള്ള PSC പരീക്ഷകൾ പോലെ 1.5 hours ആണ്, 1.5 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ മോഡ് ഓഫ് എക്സാമിനേഷൻ കഴിഞ്ഞ തവണത്തെ ഓൺലൈൻ ടെസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കത് തന്നെ എക്സ്പെക്ട് ചെയ്യാം. യെസ്. പിന്നെ നമ്മുടെ കാറ്റഗറി നമ്പർ പറഞ്ഞല്ലോ 715 715/2025 ആണ് എക്കണോമിക്സിന്റെ അപ്ലൈ ചെയ്യാനുള്ള കാറ്റഗറി നമ്പർ. ഓക്കെ. പിന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്ര വേക്കൻസി എന്ന് പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് ആണ്. പക്ഷെ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വലിയ ചേഞ്ചുകൾ വരുന്ന വർഷമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് വേക്കൻസികളുടെ ഒക്കെ എണ്ണം കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു റാങ്കിൽ എത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് വേക്കൻസികൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കണ്ട, നമുക്കൊരു വേക്കൻസിയെ വേണ്ടു എന്ന് മനസ്സിൽ വിചാരിക്കുക. ആ വേക്കൻസിയിലോട്ട് നമ്മൾ കയറി പറ്റാനായിട്ട് ശ്രമിക്കുക. നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പോയിന്റ്മെന്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ക്ലാരിറ്റിയും കിട്ടും. 54ഓളം അപ്പോയിന്റ്മെന്റ്സ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനിയും ഒരു വർഷവും 2 മാസവും 2-3 മാസവും ആണ് ആ ലിസ്റ്റ് തീരാനായിട്ട് ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും വേക്കൻസികൾ നല്ല രീതിയിൽ വരും. റിട്ടയർമെന്റ് ആയിട്ടും അല്ലെങ്കിൽ മറ്റ് രീതിയിലും ഒക്കെയുള്ള പ്രൊമോഷൻ വേക്കൻസികളും ഒക്കെ നമുക്ക് കിട്ടാനായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പോസ്റ്റ് ക്രിയേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുമുള്ള അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ പല രീതിയിലുമുള്ള വേക്കൻസികൾ വരാൻ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ആന്റിസിപ്പേറ്റഡ് എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ അല്ലെങ്കിൽ കിട്ടാവുന്നതിൽ ഏറ്റവും അധികം വേക്കൻസികൾ വരുന്ന പോസ്റ്റും ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ തന്നെയാണ്. മറ്റിപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റോ റിസർച്ച് ഓഫീസറോ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അവിടെ പോസ്റ്റുകളുടെ എണ്ണം താരതമ്യേന HSSCയെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കാഭാഗം പോലും ഉണ്ടാവാറില്ല. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി അപ്പോയിന്റ്മെന്റ്സ് ഹയർ സെക്കൻഡറി വകുപ്പിലെ വിദ്യാഭ്യാസ മേഖലകളിൽ നടക്കാറുണ്ട് എന്നുള്ളത്. ക്വാളിഫിക്കേഷൻസ് MA മാസ്റ്റർ ഡിഗ്രി ആണ്, MA ഇൻ എക്കണോമിക്സ്. ലെസ് ദാൻ 50% മോർ ദാൻ 50% മാർക്സ് എക്വയർ ചെയ്തിരിക്കണം. പിന്നെ BEd ഉണ്ടായിരിക്കണം പ്ലസ് സെറ്റ്. ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ സെറ്റ് ഇല്ലാത്തവരാണെങ്കിൽ നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ സ്ലെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് സെറ്റ് ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അക്വയർഡ് നോൺ ക്വാളിഫൈങ് ഡിഗ്രീസ് MPhil PhD പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് വെയിറ്റേജ് മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് PG BEd സെറ്റ് ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ, സെറ്റ് ഓർ നെറ്റ് കേട്ടോ. ഇത് കൂടാതെ MPhil ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 മാർക്സ് എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ മാർക്സ് ആഡ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷ നടത്തി ഒരു ഷോർട്ട് ലിസ്റ്റ് ഇടും, എന്നിട്ട് ഇന്റർവ്യൂവിന് നമ്മൾ അപ്പിയർ ചെയ്യണം. അപ്പം എന്നിട്ട് അവസാനം മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവസാനമാണ് ഈ 2 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സ് എക്സ്ട്രാ വരുന്ന മാർക്സ് ഒക്കെ എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു കട്ട് ഓഫ് കടക്കുക, ഷോർട്ട് ലിസ്റ്റിന് ഇടം പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ കട്ട് ഓഫ് കടന്നു കഴിഞ്ഞവർക്ക് മാത്രമേ ഈ പറഞ്ഞ 2 മാർക്കും 4 മാർക്കും അല്ലെങ്കിൽ ഈ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസിന്റെ മാർക്ക് ആഡ് ചെയ്യുകയുള്ളൂ. അല്ലാതെ ഇപ്പൊ 42 കട്ട് ഓഫ് എന്നുണ്ടെങ്കിൽ 39 മാർക്ക് കിട്ടിയ ആൾക്ക് ഈ MPhilന്റെയോ PhDയുടെയോ മാർക്ക് ആഡ് ചെയ്തിട്ട് ഡയറക്റ്റ് അവർ എന്ത് ചെയ്യില്ല, ലിസ്റ്റിലേക്ക് കയറ്റില്ല. പകരം 42 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ 42 കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മാർക്കും കൂടെ അവർക്ക് ആഡ് ചെയ്യപ്പെടും. അങ്ങനെയാണ്. അപ്പൊ MPhil ഉണ്ടെങ്കിൽ 2 മാർക്സ് എക്സ്ട്രാ നമുക്ക് കിട്ടും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ. ഇനി PhD ഉണ്ടെങ്കിൽ 4 മാർക്സ് നമ്മൾ എഴുതിയ എക്സാമിന്റെ അപ്പുറത്തോട്ട് ഇന്റർവ്യൂവിന്റെ അപ്പുറത്തോട്ട് നമുക്ക് നേടാനായിട്ട് സാധിക്കും. പിന്നെ PhD ഉണ്ടെന്നുണ്ടെങ്കിൽ
PhD എംഫിലും ബോത്ത് രണ്ടും ഉള്ള ആൾക്കാരാണെങ്കിൽ, ക്വാളിഫൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ 5 മാർക്സ് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ 2 മാർക്സും ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്നും അധികം നമ്മളെ ബാധിക്കില്ല, അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗം പേരെയും ബാധിക്കാത്തതാണ്. ഉള്ള റെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ നമുക്കതില്ലാന്ന് വെച്ചിട്ട് അത് വിഷമിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. കാരണം നമ്മുടെ കോളേജിന്റെ എക്സാം ഒന്നും അല്ലല്ലോ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറുടെ പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ വിരളമായിരിക്കും. അതുകൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് റിട്ടേൺ എക്സാമിൽ ഏറ്റവും മാക്സിമം മാർക്ക്, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിലെ മാക്സിമം മാർക്ക്, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി കഴിഞ്ഞ എക്സാമിന്റെ കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ എക്സാമിന്റെ കാറ്റഗറി നമ്പർ 731/2021 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 2021 പരീക്ഷ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എക്സാം നടന്നിട്ടുള്ളത് ജൂലൈ 2022 കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 42.67 മാർക്കായിരുന്നു. പൊതുവെ കഴിഞ്ഞ പരീക്ഷ എന്ന് പറയുന്നത് അത്യാവശ്യം എളുപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള അത്യാവശ്യം ഈസി ലെവലിലുള്ള ഒരു പരീക്ഷയായിട്ടാണ് പൊതുവെ വിലയിരുത്തിയിരുന്നത്. അതുകൊണ്ട് എന്ന് വിചാരിച്ച് കട്ട് ഓഫ് എന്തുകൊണ്ടാണ് 42 ആയത് എന്നും ക്വസ്റ്റ്യൻ വരാം. ഈസി പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് കുറച്ചും കൂടെ കൂടാമായിരുന്നല്ലോ. പക്ഷെ അവിടെ സംഭവിച്ചു പോയത് പരീക്ഷ എളുപ്പമായതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും ചാടിക്കയറി അറ്റൻഡ് ചെയ്തു. പക്ഷെ വിചാരിക്കാത്ത രീതിയിൽ കുറെ നെഗറ്റീവ് മാർക്കുകൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പരീക്ഷ എളുപ്പമാകുമ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമാകുമ്പോൾ കൂടുതൽ അറ്റൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അറിയാത്തതും കൂടി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ത്വര വരും. അപ്പം എന്താവും, കട്ട് ഓഫ് മാർക്ക് അതിന് കണക്കായിട്ട് കുറയും, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് നമ്മൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് വല്ലാത്ത രീതിയിൽ നമ്മളെ ടോട്ടൽ മാർക്കിനെ എഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എക്സാം എളുപ്പമാണെങ്കിലും ശരി, അല്ലെങ്കിൽ ടഫ് ആണെങ്കിലും ശരി, അറിയാവുന്നത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നെഗറ്റീവ് ആവുന്ന രീതിയിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഡൗട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ അപ്പാടെ വിട്ട് കളഞ്ഞേക്കുക. കാരണം അങ്ങനെ കറക്കി കുത്തി എഴുതാനുള്ള ഒരു പരീക്ഷയല്ല. നമ്മൾ ഇത്രയും വർഷം പഠിച്ച് ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഒക്കെ അക്വയർ ചെയ്തിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പോയി എഴുതുന്ന ഒരു പരീക്ഷയാണ്. നമുക്ക് കറക്കി കുത്താനുള്ള അവസരമല്ല അവിടെ ഉള്ളത് എന്ന് മനസ്സിലോർക്കുക. എന്നിട്ട് അറിയാവുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മളുടെ IPLSലൂടെയുള്ള മോഡൽ എക്സാംസും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടിക്കോളും. പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നത് 2024 ഫെബ്രുവരി മാസമാണ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 2024 വന്നു. അപ്പം എക്സാക്ട് 3 വർഷം കഴിയുമ്പോൾ, 3 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഫെബ്രുവരി മാസം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ ഏത് നിമിഷവും തൊട്ട് പിറ്റേത്തെ ദിവസം തൊട്ട് എന്ത് ചെയ്യാം, പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരാം. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ എക്സാംസ് ഉണ്ടായിരിക്കും. എന്ത് ചെയ്യാം, നമ്മൾ അതിന് കണക്കായിട്ടുള്ള പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ ടോട്ടൽ അഡ്വൈസ് കഴിഞ്ഞ തവണ പോയിട്ടുള്ളത് 54 അഡ്വൈസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇതുവരെയുള്ള വേക്കൻസികളെക്കാൾ അപ്പുറത്തോട്ട് ഇനിയും നമുക്ക് 1 വർഷത്തെ റിട്ടയർമെന്റ് കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് ഇനി കിട്ടാനിരിക്കുന്നുണ്ട്. പോസ്റ്റ് ക്രിയേഷൻസ് നടത്താനിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഓൾറെഡി ഉള്ളതും ഇനി വരാൻ പോകുന്ന, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പരീക്ഷകൾക്കും ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെയുള്ള ഒരു മോട്ടിവേഷൻ ആണ് ഇനി വരാൻ പോകുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഈ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ. എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഫെബ്രുവരി 4 ആണ് എന്നുള്ളത് മനസ്സിലോർത്ത് വെക്കുക പ്രധാനമായിട്ടും. പിന്നെ ഉള്ളത് നമുക്ക് എക്സാമിന്റെ ഡേറ്റ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള എക്സാം കലണ്ടർ PSC പബ്ലിഷ് ചെയ്തതിന്റെ ഭാഗമായിട്ട് മെയ് തൊട്ട് ജൂലൈ വരെയുള്ള മാസങ്ങളിലാണ് ആന്റിസിപ്പേറ്റഡ് എക്സാം ഡേറ്റ് വരുന്നത്. അപ്പം മെയ് ടു ജൂലൈ ഏത് നിമിഷവും നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി മെയ് ടു ജൂലൈ പരീക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞാലും നമ്മൾ മെയ്യിൽ തന്നെ എന്ത് ചെയ്യുക, പരീക്ഷ ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ, ഇനി ഇൻ കേസ് മെയ് എന്ന് പറഞ്ഞത് കൊണ്ട് വേണമെങ്കിൽ മെയ് ഫസ്റ്റ് വീക്ക്
തൊട്ടിട്ടേ എക്സാം ഇടാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ് PSCക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മെയ്യിൽ തന്നെ എക്സാം ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. I+ മാർച്ചോട് കൂടിയിട്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ മുമ്പിലുള്ളത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ് ഉള്ളത്. ഓൾറെഡി I+ലെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ ഓൾമോസ്റ്റ് കുറെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം ആ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇനിയുള്ള 3 മാസം നമുക്ക് വളരെ നിർണായകമാണ്. അപ്പൊ ഈ 3 മാസത്തിനുള്ളിൽ നമ്മൾ പോർഷൻസ്, ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എന്നിട്ട് ബാക്കി സമയങ്ങൾ നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. മോഡൽ എക്സാംസ് ആയിട്ടും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നുണ്ടാവുക. അപ്പൊ മാർച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ മാസങ്ങളിൽ, മെയ്, ഇനി അങ്ങോട്ട് എക്സാം നീണ്ടു കഴിഞ്ഞാൽ അതുവരെയും നമ്മൾ റിവിഷൻ ആയിരിക്കും നടത്തുന്നുണ്ടായിരിക്കുക. സോ മാർച്ച് ആകുമ്പോഴേക്കും ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ് മൊത്തം പഠിച്ചു കഴിയും. പിന്നെ അത് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ റിവിഷൻ ഉണ്ടാകും, ഒപ്പം മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് പിന്നീട് നമുക്ക് അങ്ങോട്ട് കിട്ടുക. പിന്നെ വീക്ക്ലി 1 ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും. അത് ഇപ്പോഴും ഓൺഗോയിങ് ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസിന്റെ കൂടെ തന്നെ വീക്ക്ലി 1 ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇത് എക്കണോമിക്സിന്റെ കാര്യം മാത്രമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എക്കണോമിക്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സിലബസിലൂടെ അറ്റ്ലീസ്റ്റ് ഗോ ത്രൂ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എക്കണോമിക്സ് മാത്രമല്ല, നമുക്കൊരു ജനറൽ പാർട്ടും കൂടി ഉണ്ട്. അത് നമുക്ക് സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ജനറൽ പേപ്പറിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് ജസ്റ്റ് നമുക്കൊന്ന് സിലബസ് കാണാം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ 2 പാർട്ടായിട്ടാണ് മെയിൻ ആയിട്ടും നമ്മുടെ മനസ്സിൽ സിലബസ് വരേണ്ടത്. ഒന്ന് എക്കണോമിക്സ് പാർട്ട്, ഒന്ന് ജനറൽ പാർട്ട്. എക്കണോമിക്സിന് വരുന്നത് ടോട്ടൽ 70 മാർക്സ് ആണ്. 100 മാർക്കിന്റെ പരീക്ഷയിൽ 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും എക്കണോമിക്സ് ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ HSSC പരീക്ഷകൾക്കും അങ്ങനെ തന്നെയാണ്. 70:30 റേഷ്യോയിലാണ് ഉണ്ടായിരിക്കുക. 30 മാർക്സ് ജനറൽ പാർട്ടിനുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം സിലബസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇത്രയും മൊഡ്യൂൾസ് ആയിട്ടാണ്, ഒരു 7 മൊഡ്യൂൾസ് ആയിട്ടാണ് എക്കണോമിക്സ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിനകത്ത് 10 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത്. തീർച്ചയായിട്ടും 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പ്രാപ്തമുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള വലിയൊരു സിലബസ് തന്നെയാണ്. അത്യാവശ്യം പഠിക്കേണ്ട സിലബസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മൈക്രോ എക്കണോമിക്സിൽ ഫ്രം ദ ബിഗിനിങ് തൊട്ട് നമ്മൾ ഡിമാൻഡ് തിയറിയിൽ അല്ലെങ്കിൽ കൺസംഷൻ ഡിമാൻഡ് തിയറിയിൽ വെച്ചിട്ടാണല്ലോ മൈക്രോ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡിമാൻഡ് തിയറി വെച്ചിട്ടാണ് സിലബസിലും കൊടുത്തിരിക്കുന്നത്. പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ് തൊട്ടിട്ടാണ് ആ ഒരു സെഷൻ വരുന്നത്. പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഉണ്ട്. അതേപോലെ തന്നെ ആ പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ തന്നെ ഡിഫറെന്റ് തിയറീസ് ഉണ്ടല്ലോ. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസ്, നെർലോവിന്റെ ഹൈപ്പോത്തസിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം, അത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഏരിയയിൽ വരുന്നത്. പിന്നെ കൺസ്യൂമർ ബിഹേവിയർ അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞൊരു പോർഷൻ വരുന്നുണ്ട്. അതൊക്കെ കൺസംഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ. കൺസംഷൻ തിയറീസിനകത്ത് അല്ലെങ്കിൽ ഡിമാൻഡ് തിയറീസിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഇനീഷ്യലി ഉള്ള ഡിമാൻഡ് തിയറിയിലെ ഡെവലപ്മെന്റ്സും അതിനുശേഷം വന്ന റിസ്കി അനാലിസിസിന്റെ അണ്ടറിൽ തന്നെ ഡിഫറെന്റ് അപ്രോച്ച് ടുവാർഡ്സ് റിസ്ക് ലവിങ്, റിസ്ക് അവേഴ്സ്, റിസ്ക് ന്യൂട്രൽ, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ തിയറീസ്, റിസ്ക് റിലേറ്റഡ് തിയറീസ്, സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ്, ബെർണോളിയൻ ഹൈപ്പോത്തസിസ് തൊട്ട് ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തസിസ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട റിസ്ക് തിയറീസ് എല്ലാം തന്നെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇഫക്റ്റുകളെ കുറിച്ച് ബെൻവാജൻ ഇഫക്റ്റ്, സ്നോബ് ഇഫക്റ്റ്, വെബ്ലൻ ഇഫക്റ്റ്, അതും സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് കൺസംഷന്റെ ഏരിയാസ്, ഡിമാൻഡ് അനാലിസിസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഡിമാൻഡ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് തിയറീസ് ആണ്. അതിനകത്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നോക്കാനുണ്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടല്ലോ. കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തൊട്ട് ഇങ്ങോട്ടുള്ള ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അല്ലെ, അത്തരത്തിലുള്ള CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസും എടുത്ത് സിലബസിൽ പറയുന്നുണ്ട്.
പിന്നെ ടെക്നിക്കൽ പ്രോഗ്രസിനെ കുറിച്ച് പ്രൊഡക്ഷൻ ഏരിയയിൽ പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് ടെക്നിക്കൽ പ്രോഗ്രസ്, ക്യാപിറ്റൽ ഡീപ്പനിങ്, ലേബർ ഡീപ്പനിങ്, അങ്ങനെയുള്ള ടെക്നിക്കൽ പ്രോഗ്രസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കോസ്റ്റ്, ഇപ്പൊ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണല്ലോ. പിന്നെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോസ്റ്റിലോട്ട് വരുന്നു. കോസ്റ്റിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് പഠിക്കാനുണ്ട്. കോസ്റ്റ് ഫങ്ഷൻസ്, പിന്നെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനുള്ള മാർഗങ്ങൾ, അങ്ങനെ ലേണിംഗ് കർവ് തൊട്ട് സ്കെയിൽ ലേണിംഗ് കർവ് തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പ്രൊഡക്ഷനും കോസ്റ്റും പഠിച്ചാൽ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഈ കോസ്റ്റ് വെച്ചുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ടെക്നിക് ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു മാർക്കറ്റിനെ നമുക്ക് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ മാർക്കറ്റ് സ്ട്രക്ചറിലോട്ട് വരുന്നു പതുക്കെ. ഇപ്പൊ കൺസംഷൻ ഡിമാൻഡ് റിലേറ്റഡ് തിയറീസ് കഴിഞ്ഞു, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് പഠിച്ചു, അതിനുശേഷം മാർക്കറ്റ് സ്ട്രക്ചറിലോട്ട് വരുന്നു. എല്ലാ മാർക്കറ്റ് സ്ട്രക്ചറും ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, രണ്ട് മാർക്കറ്റ്. ഇംപെർഫെക്റ്റിനകത്ത് എല്ലാ മാർക്കറ്റും, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക്, ഒളിഗോപ്പൊളി, ജിയോപ്പൊളി, അങ്ങനെ എല്ലാ തരം മാർക്കറ്റും അതിന്റെ തിയറീസും. ഒളിഗോപ്പൊളിയിലൊക്കെ നമുക്കറിയാം ഒരുപാട് തിയറീസ് വരുന്നതാണ് അല്ലെ. അല്ലെങ്കിൽ ഫേംസ് റെക്കഗ്നൈസിങ് ഇന്റർഡിപെൻഡൻസ്, നോൺ റെക്കഗ്നൈസിങ് ഇന്റർഡിപെൻഡൻസ് എന്ന് പറഞ്ഞ രണ്ട് ഹെഡിൽ നമ്മൾ ഒരുപാട് തിയറീസ് പഠിച്ചു പോകുന്നുണ്ട്. കുർനോട്ട്, ബെർട്രാൻഡ്, എഡ്ജ്വർത്ത്, സ്വീസിയുടെ മോഡല്, അങ്ങനെ എല്ലാ തിയറീസും ഇവിടെ സിലബസിൽ എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലൂടെ ഒക്കെ പോവേണ്ടതായിട്ടുണ്ട്. അതിന്റെയൊക്കെ ക്ലാസ്സസ് ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സസ് ആപ്പിൽ അപ്ലോഡഡ് ആണെന്നാണ്. പിന്നെ ഉള്ളത് ഗെയിം തിയറിയാണ്. ഗെയിം തിയറിക്കകത്ത് നമ്മൾ ഒളിഗോപ്പൊളി പഠിക്കുമ്പോൾ അതിന്റെ അണ്ടറിൽ പഠിക്കുന്നതാണല്ലോ ഗെയിം തിയറി. സോ ആ ഗെയിം തിയറിക്കകത്ത് സ്ട്രാറ്റജീസ് തൊട്ട്, ഗെയിം തിയറിയുടെ ബേസിക്സ് തൊട്ട്, പേ ഓഫ്, സ്ട്രാറ്റജീസ്, അത് തൊട്ട് ഇങ്ങോട്ട് എല്ലാ രീതിയിലുള്ള ഗെയിം തിയറിയുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിനകത്ത്. പ്രിസണേഴ്സ് ഡിലേമ, സീറോ സം ഗെയിം, ദെൻ ഗെയിം തിയറിയിൽ ഇക്വിലിബ്രിയം, പിന്നെ ഇഷ്യൂസ് ഇൻ എ ഗെയിം, കമ്മിറ്റ്മെന്റ്, ത്രെട്ട്, അങ്ങനെയൊക്കെയുള്ള ഗെയിം തിയറിയിൽ വരുന്ന ഇഷ്യൂസ്. അത് അത്രയുമാണ് ആക്ച്വലി ഗെയിം തിയറിയിൽ നമുക്ക് PGയുടെ സിലബസിലും പഠിക്കാനുള്ളത്. സോ അത് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിലും HSSTയുടെ സിലബസിലും കൊടുത്തിട്ടുണ്ട്. ഗെയിം തിയറിയുടെ ബിഗിനിങ് തൊട്ട് അവസാനം ഗെയിം തിയറിയുടെ ഇഷ്യൂസ് വരെ നമ്മൾ പഠിച്ചു തീരുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ കഴിയും. അപ്പം എവിടെ വരെ എത്തി? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? ഡിമാൻഡ് തിയറിക്കകത്ത് നിന്ന്. സോ ഡിമാൻഡ് തിയറി പഠിച്ചു, അതിനുശേഷം നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് കണ്ടു. പിന്നെ ഉള്ളത് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു. മാർക്കറ്റ് സ്ട്രക്ചറിന്റെ അകത്ത് ഒരു ബുള്ളറ്റിൻ ഇട്ട് പറയാൻ പറ്റുന്നതാണ് ഗെയിം തിയറി, അത് കണ്ടു. പിന്നെ ഉള്ളത് ഇൻഫർമേഷൻ എക്കണോമിക്സ് ആണ്, അടുത്ത മൈക്രോ എക്കണോമിക്സിൽ വരുന്ന ഏരിയ. ഇൻഫർമേഷൻ എക്കണോമിക്സിനകത്ത് അസിമെട്രിക് ഇൻഫർമേഷൻ, മോറൽ ഹസാർഡ്, അഡ്വേഴ്സ് സെലക്ഷൻ, മാർക്കറ്റ് സിഗ്നലിംഗ്, സ്ക്രീനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ ഉള്ളത് ഡിസ്ട്രിബ്യൂഷൻ തിയറീസ് ആണ്. അതിനകത്ത് ജനറൽ ഇക്വിലിബ്രിയം, വെൽഫെയർ ഇക്കണോമിക്സ്, അതൊക്കെ അടങ്ങുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ടു ഡിസ്ട്രിബ്യൂഷൻ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി, മോഡേൺ തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ തിയറീസ്, കാർഡർ ക്രൈറ്റീരിയ, അതേപോലെ തന്നെ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അത്രയുമാണ് ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയയിൽ വരുന്നത്. അപ്പൊ അത്രയും അടങ്ങുന്നതാണ് ഒന്നാമത്തെ മൊഡ്യൂള് മൈക്രോ എക്കണോമിക്സ്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു മൊഡ്യൂളാണ് ആ മൈക്രോ എക്കണോമിക്സിന്റെ മൊഡ്യൂള്. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ മാക്രോയും ആണ് ആകെ കൂടെ കുറച്ച് വലിയൊരു മൊഡ്യൂളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോ പഠിച്ച് ആദ്യം ഒരു ലെവലിൽ എത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ക്ലാസ്സുകൾ കണ്ടുപോകുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് അതിലൂടെ കിട്ടും. ഓൾറെഡി അപ്ലോഡഡ് ആണ് കുറെ ക്ലാസ്സുകളൊക്കെ എന്നുള്ളത് കൊണ്ട്. പിന്നെ ഉള്ളത് പിന്നെ നമുക്ക് വരുന്നത് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് മൊഡ്യൂളാണ്. അപ്പൊ ആ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ടുവേർഡ്സ് ദ എൻഡ് നമ്മുടെ ജനറൽ ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം പഠിക്കുന്നുണ്ട്. തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ ജസ്റ്റ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ തിയറീസിന്റെ തൊട്ട് മുന്നേ പറയുന്ന ഗെയിം തിയറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇടയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ ജനറൽ ഇക്വിലിബ്രിയം ആൻഡ് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ. അപ്പൊ അവിടെ നമ്മൾ ജനറൽ ഇക്വിലിബ്രിയം ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ആ പറയുന്ന കാര്യത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്, അല്ലെങ്കിൽ മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 കൊടുത്തിരിക്കുന്നത്. അവിടെയും 10 മാർക്സ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അവിടെ എളുപ്പമാണ് 10 മാർക്സ് സ്കോർ ചെയ്യാൻ, കാരണം ചെറിയ കാര്യങ്ങൾ സിലബസിൽ പറയുന്നുള്ളൂ. അതിൽ വെൽഫെയർ എക്കണോമിക്സ് ആണ് പ്രധാനപ്പെട്ടത്. വെൽഫെയർ എക്കണോമിക്സിൽ എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ ക്രൈറ്റീരിയ ഓഫ് ഓൾഡ് സോഷ്യൽ വെൽഫെയർ എക്കണോമിക്സ് ടു ഇതുവരെയുള്ള തിയറീസ് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് വെൽഫെയർ എക്കണോമിക്സിന്റെ ഏരിയ. പാരറ്റോ ഒപ്റ്റിമാലിറ്റി, ന്യൂ വെൽഫെയർ എക്കണോമിക്സ്, കാർഡർ ഹിക്സ് ക്രൈറ്റീരിയ, ബർഗ്സന്റെ ക്രൈറ്റീരിയ,
അങ്ങനെയുള്ള എല്ലാ, പിന്നെ റോൾഷ്യൻ കോൺസെപ്റ്റ്, അങ്ങനെയുള്ള എല്ലാം തന്നെ വെൽഫെയറിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ മൊഡ്യൂളിൽ തന്നെ വരുന്നതാണ് മാർജിനലിസ്റ്റ് കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. മാർജിനലിസ്റ്റ് കോൺട്രവേഴ്സി ആൻഡ് മാനേജീരിയൽ ബിഹേവിയറൽ തിയറീസ് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാർജിനലിസ്റ്റ് കോൺട്രവേഴ്സി എന്ന് പറയുമ്പോൾ നമ്മൾ അതുവരെ പഠിച്ച മാർജിനലിസ്റ്റ് ക്രൈറ്റീരിയനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്ന എല്ലാ തിയറീസും അതിൽ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുൾ ആവറേജ് കോസ്റ്റ് പ്രൈസിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഫുൾ കോസ്റ്റ് പ്രൈസിംഗ്, ലിമിറ്റ് പ്രൈസിംഗ് ഒക്കെ അവിടെയാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, പിന്നെ ബിഹേവിയറൽ തിയറീസ്, വില്യംസൺ മോഡൽ, മാരിസ് മോഡൽ പോലെയുള്ള മോഡലുകൾ വരുന്നുണ്ട്. അത്രയാണ് ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പാർട്ടിലുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ 10 മാർക്ക് ചെറിയൊരു ഭാഗം പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ചെറിയത് ഇൻ ദ സെൻസ് മൈക്രോനെയും ഇനി വരാൻ പോകുന്ന മാക്രോനെയും കമ്പയർ ചെയ്യുമ്പോഴാണ് ചെറുതാവുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ ഏരിയ തന്നെയാണ്, പക്ഷെ അത് കമ്പാരിറ്റീവ്ലി ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് ചെറുതാണെന്ന് പറയാം. പിന്നെ വരുന്നത് മൊഡ്യൂൾ 3. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊഡ്യൂൾ 1 പോലെ തന്നെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഏരിയ ആണ് മാക്രോ ഇക്കണോമിക്സിന്റെ ഏരിയ. അവിടെ ഡിമാൻഡ് ഫംഗ്ഷൻ, കൺസംഷൻ ഡിമാൻഡ് ഫംഗ്ഷനിൽ നിന്നും തുടങ്ങുന്നു. അതിനകത്ത് കെയ്ൻസിന്റെ സൈക്കോളജിക്കൽ കൺസംഷൻ ഫംഗ്ഷൻ തൊട്ട് ഇങ്ങോട്ടുള്ള ഇന്റർ ടെമ്പറൽ ചോയ്സ്, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, അങ്ങനെയുള്ള എല്ലാ കൺസംഷൻ തിയറീസും ഡിമാൻഡ് കൺസംഷൻ തിയറീസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ളത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻസ് നോക്കാനുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് തിയറീസ് നോക്കാനുണ്ട്. ടോബിൻ ക്യൂ തിയറി, അങ്ങനെയുള്ള തിയറീസ് ഉണ്ടല്ലോ, നിയോ ക്ലാസിക്കൽ തിയറി, അങ്ങനെയുള്ള തിയറീസ് നോക്കാനുണ്ട്. പിന്നെ ഉള്ളത് അപ്രോച്ച് ടു ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി, ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി. അതിൽ ഡിമാൻഡ് ഫോർ മണിയുടെ തിയറീസ് ഉണ്ടല്ലോ, കേംബ്രിഡ്ജ് അപ്രോച്ച്, കെയ്നീഷ്യൻ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി, മോണിറ്ററി അപ്രോച്ച്, ബോമോ ടോബിന്റെ മോഡല്, അങ്ങനെയുള്ളതൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ സപ്ലൈ ഓഫ് മണി, അതിന്റെ M1, M2, M3, M4 ഒക്കെ ഓർമ്മയില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പിന്നെ ഉള്ളത് മാക്രോ ഇക്കണോമിക്സിൽ തന്നെ ഓപ്പൺ ഇക്കോണമി, ISLM മോഡൽ പോലെയുള്ള കാര്യങ്ങളാണ്. മാക്രോ ഇക്കണോമിക്സ് ഇൻ ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞ ഹെഡിലാണ് അത് പറയുന്നത്. ISLM അനാലിസിസ് തൊട്ട് ഇങ്ങോട്ടുള്ള പെഗിങ്, കറൻസി പെഗിങ്ങിന് കാര്യങ്ങള്, ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കാര്യങ്ങള്. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ ആക്ച്വലി കഴിഞ്ഞ സിലബസിനെക്കാട്ടിലും മുന്നേ ഉണ്ടായിരുന്ന സിലബസ്. അതിനകത്ത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ഇക്കണോമിക്സ് എന്ന ഭാഗം എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെ നമുക്കത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂള് കൊടുത്തിട്ടില്ല ആ ഒരു പേരില്. പകരം മാക്രോ ഇക്കണോമിക്സിന്റെ അകത്ത് ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ വരുന്ന ഈ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഇന്റർനാഷണൽ ഇക്കണോമിക്സിലെ കാര്യങ്ങളാണ് വരുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ്, പിന്നെ അതിലാണ് ഡിപ്രീസിയേഷൻ, അപ്രീസിയേഷൻ, റീവാലുവേഷൻ, ഡിവാലുവേഷൻ ഒക്കെ ഇല്ലേ, ആ കാര്യങ്ങള്. പിന്നെ ഓപ്പൺ ഇക്കോണമിയിലുള്ള മണി ഫ്ലോനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മണ്ടൽ ഫ്ലമിംഗ് മോഡല്. പിന്നെ ഇലാസ്റ്റിസിറ്റി അപ്രോച്ച് ടു ബാലൻസ് ഓഫ് പേയ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ അപ്പം ഇതുവരെ മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് ഡിമാൻഡ് ഫംഗ്ഷനെ കുറിച്ച്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഓപ്പൺ ഇക്കോണമിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ മാക്രോ ഇക്കണോമിക്സിൽ വരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ക്ലാസിക്കൽ വേഴ്സസ് കെയ്നീഷ്യൻ അപ്രോച്ച്. അതില് ക്ലാസിക്കൽ അപ്രോച്ചിനെ കുറിച്ച് ആദ്യം പറയുന്നു, ലേബർ മാർക്കറ്റ്, എംപ്ലോയ്മെന്റ്, പിന്നെ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്, അങ്ങനെയുള്ള ക്ലാസിക്കലിസ്റ്റിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ആ കാര്യങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ക്ലാസിക്കൽ ഡൈക്കോട്ടമി അതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ കെയ്ൻസിനെ കുറിച്ച് പറയുന്നു, കെയ്ൻസിന്റെ ഫിക്സഡ് പ്രൈസ് മോഡൽ, കെയ്ൻസ് ക്രോസ് മോഡൽ, ലിക്വിഡിറ്റി ട്രാപ്പ്, പിന്നെ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, ക്രൗഡിംഗ് ഔട്ട് എഫക്ട്, അത്രയും പറയുന്നു. പിന്നെ അതായത് ക്ലാസിക്കൽ ലേബർ മാർക്കറ്റും ക്ലാസിക്കൽ ലേബർ മാർക്കറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ കെയ്ൻസിന്റെ പ്രധാനപ്പെട്ട മോഡൽസിനെ ഒന്ന് കമ്പയർ ചെയ്യുന്നു. പിന്നെ ലേബർ മാർക്കറ്റ്, ക്ലാസിക്കൽ ലേബർ മാർക്കറ്റിനകത്ത് തന്നെ ക്ലാസിക്കൽ ലേബർ മാർക്കറ്റും അതേപോലെ തന്നെ കെയ്ൻസിന്റെ ലേബർ മാർക്കറ്റിനെയും ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ഇഫക്റ്റീവ് ഡിമാൻഡ്, നാഷണൽ ഡിമാൻഡ്, വാൾറസ് ലോ ഒക്കെ പോലെയുള്ള ജനറൽ തിയറീസ് ഓഫ് ഇക്വിലിബ്രിയം, അതേപോലെ തന്നെ ഡിസീക്വിലിബ്രിയം, ജനറൽ ഇക്വിലിബ്രിയം, ജനറൽ ഡിസീക്വിലിബ്രിയം മോഡൽസ്, ബാരോ ഗ്രോസ്മാൻ മോഡൽ, ലേ ജോൺ ഹുഡ് മോഡൽ, അങ്ങനെയുള്ള കുറച്ച് മോഡൽസ് ഉണ്ട് ആ ഒരു ഏരിയയിൽ പഠിക്കാൻ. ഓക്കെ, അത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ടോട്ടൽ മാക്രോ എക്കണോമിക്സിൽ എന്ന് പറയുന്ന മൊഡ്യൂൾ 3. ഓക്കെ,
പിന്നെ ഉള്ളത് മൊഡ്യൂൾ 4. അതിനകത്ത് കറന്റ് കോൺട്രവേഴ്സീസ് ഇൻ മാക്രോ എക്കണോമിക്സ്, അതായത് കെയ്നീഷ്യൻ കൗണ്ടർ റെവല്യൂഷൻ, അതേപോലെ കെയ്ൻസ് ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻഡ് മോഡല്, സപ്ലൈ സൈഡ് എക്കണോമിക്സ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ മാക്രോ എക്കണോമിക് പോളിസികൾ, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, അതിൻ്റെയൊക്കെ ടൂൾസ് കാര്യങ്ങള്, പിന്നെ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. കൂട്ടത്തില് തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണിയും ഉണ്ട്. നമ്മൾ നേരത്തെ അത് ആക്ച്വലി റിപ്പീറ്റേഷൻ പോലെയാണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി മാക്രോയിൽ കണ്ടല്ലോ, ആ സെയിം സാധനം തന്നെയാണ് ഇവിടെയും ഓൾമോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും വരുന്നതാണ് ആ ഒരു മൊഡ്യൂള്, 4th മൊഡ്യൂള്. ദെൻ 5th മൊഡ്യൂളിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ എക്കോണമിയാണ്. ഇന്ത്യൻ എക്കോണമിന്നും 10 മാർക്സിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ ഇന്ത്യൻ എക്കോണമിയിൽ സിലബസ് എന്ത് തന്നെ കൊടുത്താലും നമ്മൾ സിലബസിൽ പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കറന്റ് ഫാക്റ്റുകള്, റേറ്റുകള്, അല്ലെ, അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ ഓരോ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഓരോ ടൈറ്റിൽ പഠിക്കുമ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറന്റ് അഫയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇന്ത്യൻ എക്കോണമി പഠിക്കുമ്പോൾ. കാരണം അതാണ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. ഈ എക്കണോമിക് സർവേ പോലെയുള്ള കാര്യങ്ങൾ റെഫർ ചെയ്ത്, ബജറ്റിന്റെ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഇന്ത്യൻ എക്കോണമിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കാറ്. ഓക്കെ, കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചത് ഇൻഫ്ലേഷന്റെ ലിമിറ്റ് ഒക്കെ ആയിരുന്നു. അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഇൻ ദ സെൻസ് നമുക്ക് ഒരു 5-6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുക, അതിന് ശേഷം മാറുക. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കുന്നതുമായിട്ടുള്ള റേറ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ എക്കോണമിയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ PG ക്ക് പഠിക്കുന്ന സിലബസ് പോലെ തന്നെ, അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ ഉള്ള സിലബസ് പോലെ തന്നെ. പിന്നെ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് വരെ, അതിനുശേഷമുള്ള ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഒക്കെ തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാൻഡ് റിഫോംസ്, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, സർവീസ് സെക്ടറുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. 5 ഇയർ പ്ലാനിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ എക്കോണമിയുടെ ഏരിയ. അപ്പൊ എഗെയിൻ ഞാൻ പറയുന്നു, ഇന്ത്യൻ എക്കോണമി പഠിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സിലബസിനോടൊപ്പം തന്നെ ഫോക്കസ് ചെയ്യേണ്ടതാണ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അതൊക്കെ ക്ലാസ്സുകൾ IPLSൽ എടുത്ത് പോകുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതുമായിരിക്കും. പിന്നെ അടുത്ത മൊഡ്യൂള് വരുന്നത് ഫിസ്ക്കൽ, ഫൈനാൻഷ്യൽ ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ ഇഷ്യൂസ്. 10 മാർക്സ് ആണ് അവിടെയും വരുന്നത്. അതിനകത്ത് വരുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതിന്റെ ട്രെൻഡ് എന്നുള്ള ബജറ്റ് ആണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പബ്ലിക് ഫിനാൻസ് ഒക്കെ ഇല്ലേ, PGയിലൊക്കെ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന പബ്ലിക് ഫിനാൻസ്, സെയിം സാധനം തന്നെയാണത്. അതായത് ഗവൺമെന്റിന്റെ ബജറ്റ്, ഗവൺമെന്റിന്റെ പോളിസികൾ, ഫിസ്ക്കൽ പോളിസികൾ, അത്തരം കാര്യങ്ങളാണ് അവിടെ. ഫൈനാൻസ് കമ്മീഷന്റെ കാര്യങ്ങൾ, ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ്, പിന്നെ ബാങ്കിങ് സെക്ടർ, ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ച്, പിന്നെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഫൈനാൻഷ്യൽ സെക്ടർ റിഫോംസ്, പിന്നെ പ്രോഡക്റ്റ് പ്രൈസിങ്ങിനെ കുറിച്ച്, ഇപ്പം പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഒക്കെ പ്രൈസിൽ ഉണ്ടാകുന്ന ട്രെൻഡ്, പിന്നെ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ ട്രെൻഡുകളും കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ് ഉണ്ട്. പിന്നെ നീതി ആയോഗിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എക്കണോമിക് റിഫോംസ് 1991 വന്നിട്ടുള്ള NEP, അതിനെക്കുറിച്ച് നമുക്ക് ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ച്, LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സിനെ കുറിച്ച്, PPP ഒക്കെ ഉണ്ടല്ലോ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ മോഡൽസിനെ കുറിച്ച് നോക്കാനുണ്ട്. പിന്നെ സെസ്, സ്പെഷ്യൽ എക്കണോമിക് സോൺ, WTO, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ ഉള്ളത് ഇക്കണോമിക്സിന്റെ ലാസ്റ്റ് മൊഡ്യൂളാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, QT എന്ന് പറയും നമ്മൾ, അല്ലെ. QTനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്, ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്. പിന്നെ ലീനിയർ ഓൾജിബ്ര മോഡൽസ് വരുന്നുണ്ട്, പ്രോബബിലിറ്റി തിയറി വരുന്നുണ്ട്. പിന്നെ എക്സ്പെക്ടേഷൻസ്, മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻസ്, പിന്നെ സാമ്പിളിങ്, പോപ്പുലേഷൻ സാമ്പിളിങ്, തിയറി ഓഫ് എസ്റ്റിമേഷൻ ഉണ്ട്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് വരുന്നുണ്ട്. പിന്നെ ഗുഡ്നെസ് ഓഫ് ഇറ്റ്, കാര്യങ്ങളൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ ലാർജ് ആൻഡ് സ്മോൾ സാമ്പിൾസ്,
അനോവ കാര്യങ്ങൾ, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിന്റെ മീനിങ്, അസംഷൻസ്, ഇത്രയുമാണ്, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ലീനിയർ പ്രോഗ്രാമിങ്ങും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനും കൊടുത്തിരിക്കുന്നത്. ഇത്രയും അടങ്ങുന്നതാണ് എക്കണോമിക്സ് പാർട്ട്. അപ്പൊ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 7 മൊഡ്യൂളുകൾ ഉണ്ട്. 7 മൊഡ്യൂളിനും 10 മാർക്ക് വെച്ച് 70 മാർക്കാണ് എക്കണോമിക്സ് പാർട്ടിന് നമുക്ക് കിട്ടുക. പിന്നെ വരുന്നത് ജനറൽ പാർട്ടാണ്. ജനറൽ പാർട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അടങ്ങുന്ന ഒരു പാർട്ട് അതുണ്ട്. 5 മാർക്സ് ഈച്ച് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ BEd ഒക്കെ എല്ലാവരും ക്വാളിഫൈ ചെയ്ത ആൾക്കാരായതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് അധികം ടെൻഷന്റെ ആവശ്യമില്ല. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കിൽ അധികം പഠിക്കുക എന്നതിലുപരി ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരിക. നമ്മൾ മെനക്കേട്ടിരുന്ന് പഠിക്കേണ്ട ഒരു ഏരിയ അല്ല എന്നാണ്. കാരണം BEd കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ കുറച്ചൊരു ആശ്വാസമുണ്ട്. പിന്നെയുള്ളത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും നമുക്ക് സെറ്റിനാണെങ്കിലും അല്ലെങ്കിൽ BEdനൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു പേപ്പർ അല്ലെ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ആ ഒരു കാര്യവും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി ഈ 2 ഭാഗത്തു നിന്നും നമ്മളോട് ബേസിക്സ് മാത്രമേ ചോദിക്കുള്ളൂ, വലിയ അന്താരാഷ്ട്ര കാര്യമൊന്നും ചോദിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ PhDക്ക് ഒന്നും അപ്ലൈ ചെയ്യുന്ന പരീക്ഷയോ എൻട്രൻസോ ഒന്നും അല്ലല്ലോ, റിസർച്ച് ഒക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അത് നമുക്ക് അധികം റിലാക്സേഷനോടുകൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആയിരിക്കും ആ 2 ഭാഗങ്ങൾ. പിന്നെ വരുന്ന അപ്പൊ ജനറൽ പാർട്ടിൽ ആ 2, 5, 5, 10 മാർക്ക് നമുക്ക് എളുപ്പം ലഭിക്കുന്നതാണെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെയുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എല്ലാ PSC പരീക്ഷകൾക്കും ഉള്ള ഒരു മെയിൻ ഏരിയ ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട്. 5 മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. 5 മാർക്ക് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിലും പഠിക്കാനുള്ള ഏരിയ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പഠിക്കാന്ന് വെച്ച് ഇരുന്നു കഴിഞ്ഞാൽ നടക്കണമെന്നില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ സബ്ജക്ട് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാന്നുള്ളതാണ്. പിന്നെ വെൽഫെയർ പ്രോഗ്രാംസ്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, അത് റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ബജറ്റിലൂടെയും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എക്കണോമിക് പോളിസികൾ, ഈ എക്കണോമിക് സർവേയിലൂടെയും ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഏരിയ പഠിക്കാൻ പറ്റുക. സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്, റീസെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ കുറച്ച് ചർച്ചാ വിഷയമാകുന്ന ഗവൺമെന്റിന്റെ പദ്ധതികളും കാര്യങ്ങളൊക്കെയാണ് അതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതിനും 5 മാർക്സ്. പിന്നെ വരുന്നത് റിനൈസൻസ് ആണ്. അതും നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞതുപോലെ അത്യാവശ്യം വലിയ ഏരിയ ആണ് ഈ റിനൈസൻസ് എന്ന് പറയുന്നത്. റിനൈസൻസിനകത്ത് വുമൺ റിനൈസൻസ് ലീഡേഴ്സും ഉണ്ട്, ദാറ്റ് ഈസ് ലേഡി റിനൈസൻസ് ലീഡേഴ്സും ഉണ്ട്, അല്ലാണ്ടുള്ള പിന്നെ റിനൈസൻസ് ലീഡേഴ്സും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ സോഷ്യോ റിഫോം മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, അതും ആ ഒരു ഏരിയയിൽ പഠിക്കാനായിട്ട്. റിനൈസൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയനകത്ത് അതൊക്കെ വരുന്നതാണ്. പിന്നെ വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് ആണ്. ആ ഒരു ഏരിയയും അപ്ഡേറ്റ് ചെയ്യേണ്ട ഏരിയ ആണ്. നമ്മൾ പഠിച്ചു പോകാന്നതിലുപരി എക്സാം അടുപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഈ ഒരു ടൈമിലും ഒക്കെ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ജനറൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരിക്കലും 30 മാർക്കാണ് എന്ന് കരുതിയിട്ട് വിട്ട് കളയാൻ പാടില്ല. കാരണം എക്കണോമിക്സ് പാർട്ടിലുള്ള 70 മാർക്ക് എക്കണോമിക്സ് തറവായിട്ട് അറിഞ്ഞ അല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷൻ ഉള്ള എക്കണോമിക്സിൽ മാസ്റ്റർ ഓഫ് ആർട്സ് ആണ് അല്ലെ, മാസ്റ്റർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എക്കണോമിക്സിലും മാസ്റ്റർ ആയിരിക്കും. അപ്പൊ അവർക്ക് അറിയാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വീക്കായി പോവാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനറൽ പാർട്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ സ്കോർ ചെയ്താൽ അവരെക്കാൾ മുന്നിലെത്താനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നവരെക്കാൾ മുന്നിലെത്താനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ജനറൽ പാർട്ട് ഇക്കണോമിക്സിനോടൊപ്പം തന്നെ പഠിച്ചു പോവുക, അതേ പ്രാധാന്യത്തോടെ കാണുക. മാർക്ക് 30 ഉള്ളൂ എന്ന് കരുതിയിട്ട് പിന്നോട്ടടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇക്കണോമിക്സിനോടൊപ്പം തന്നെ അതേ ഇമ്പോർട്ടൻസിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ജനറൽ പാർട്ടും പ്രിപ്പയർ ചെയ്യാം. അതിനകത്ത് അധികം നിങ്ങൾക്ക് മെനക്കെടേണ്ടി വരിക കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏരിയയും റിനൈസൻസിന്റെ ഏരിയയും GK കറന്റ് അഫെയർ ഒക്കെ ആയിരിക്കും അധികം മെനക്കെടേണ്ടി വരിക. ബാക്കിയൊക്കെ പറഞ്ഞതുപോലെ ഓൾറെഡി നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളാണ്, അതൊന്ന് പോളിഷ് ചെയ്യാൻ വരേണ്ടി വരുള്ളൂ. ടീച്ചിങ് ആണെങ്കിലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും ഒക്കെ തന്നെ. ഓക്കെ,
അപ്പൊ അത്രയാണ് നമ്മുടെ സിലബസ്. ഇതിൽ ഡൗട്ടൊന്നും ഇല്ലാലോ അല്ലെ. 70 മാർക്ക് പ്ലസ് 30 മാർക്കാണ് സിലബസിനകത്ത് വരുന്നത്. പിന്നെ നമ്മളുടെ കോഴ്സിൽ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ് അതിന്റെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്ലസ് വീക്ക്ലി വൺസ് ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. ലൈവിലാണെങ്കിൽ പ്രധാനമായിട്ടും ക്ലാസ്സുകൾ എടുത്ത് പോവല്ല ചെയ്യുന്നത്. ലൈവ് വരുന്നത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വരുന്ന ലൈവാണ്. അതിനകത്ത് ഓരോ ലൈവ് സെഷനിലും ഓരോ ഏരിയനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പറയുന്നുണ്ടായിരിക്കാം. അപ്പം ക്വസ്റ്റ്യൻസ് പറയും, നിങ്ങൾക്ക് ആൻസേഴ്സ് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരും. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ടാണ് എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടാണ് നമ്മൾ ലൈവ് സെഷൻസ് പോകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻസ് ആണ്. ഇതുവരെ നടന്നതനുസരിച്ച് ഐപ്ലസിന്റെ ഓൾറെഡി ജോയിൻ ചെയ്തവർക്കറിയാം യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആണ് എപ്പോഴും ലൈവ് സെഷൻസ് എന്ന് പറയുന്നത്. സോ ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സെഷൻ ആയിരിക്കും അത്. അപ്പം അത് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് അതിന്റെ പ്രാധാന്യം അറിയാം. സോ ആ റെക്കോർഡഡ് ക്ലാസ്സിന്റെ കൂടെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് സെഷനിൽ നിങ്ങൾക്ക് ഒരുപാട് MCQs കിട്ടുന്നതായിരിക്കും. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് ഉണ്ടായിരിക്കും. നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസിന്റെ റെക്കോർഡഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ ആ ക്ലാസിന്റെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എക്കണോമിക്സിന്റെ ആണെങ്കിലും ജനറൽ പേപ്പറിൻ്റെതാണെങ്കിലും. പിന്നെ നമ്മൾ സിലബസ് ഒക്കെ കവർ ചെയ്ത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിലബസ് ആവുന്ന സമയത്തേക്ക് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, മോഡൽ എക്സാംസ് കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്ത് തുടങ്ങും. അപ്പം ആ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരിക. അതിനേക്കാളൊക്കെ ഉപരി എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ഒരു മോഡൽ നിങ്ങൾക്ക് കിട്ടും. എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, നമ്മൾ നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞുവല്ലോ. അപ്പം നെഗറ്റീവ് മാർക്ക് മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പരീക്ഷകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയ എക്സാംസിന് പോലും കട്ട് ഓഫുകൾ ഇത്തരത്തിലാവുന്നതിന്റെ മെയിൻ കാരണം നമ്മൾ എക്സാം എളുപ്പമാണല്ലോ എന്ന് കരുതിക്കൊണ്ട് അറിയാത്തതും അറിയുന്നതും ഒക്കെ അറ്റൻഡ് ചെയ്ത് പോയിട്ട് നെഗറ്റീവ് അടിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുക, എന്നിട്ട് പരമാവധി സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂട്ടത്തില് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പോവുകയും വേണം. അപ്പം റെഗുലർ ആയിട്ട് ഐപ്ലസിന്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ നമുക്ക് മാർച്ച് ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ചും പോവാം നിങ്ങൾക്ക്. പിന്നെയുള്ള ഒരു മാസം 1.5 2 അല്ലെങ്കിൽ അതിനനുസരിച്ച് എക്സാം നീളുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിവിഷനും ചെയ്യാം. അപ്പം ഫുൾ പാക്ഡ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിലോട്ട് പോവാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഐപ്ലസില് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കോഴ്സിലേക്ക്. 8606445522 ആണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ, കോഴ്സിനെ കുറിച്ചെല്ലാം തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട, അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന്. അതിനോടൊപ്പം തന്നെ പഠിച്ചും തുടങ്ങുക. പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുക എന്നതിനോടൊപ്പം നമ്മളോടൊപ്പം പഠിക്കുന്ന ആൾക്കാരുടെ ഒരു നിലവാരവും കൂടെ അറിയേണ്ടതുണ്ട്. എന്നാലേ അവരെക്കാൾ മുന്നിൽ എത്തണം എന്നുള്ളൊരു വാശിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വന്തം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പൊട്ടക്കിണറ്റിലെ തവളയായിട്ട് നമ്മൾ മാറും. അപ്പൊ അതാവാൻ പാടില്ല. നമ്മളെ കൂടെയുള്ളവരുടെ പഠനവും അല്ലെങ്കിൽ അവരുടെ ഒരു പോക്കും ഒക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോട് കൂടിയിട്ട് മറ്റുള്ള ഇതേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ഒപ്പം പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള വാശി ഉണ്ടാവുക, കൂടുതൽ പഠിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് സെഷൻസും ഒപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, പ്ലസ് ഏറ്റവും അത്യാവശ്യം നോട്ട്സ് ആണ്. അപ്പൊ നോട്ട്സ്, മോഡൽ എക്സാംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. സോ അതുകൊണ്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദിസ് നമ്പർ 8606445522. അപ്പൊ മനസ്സിലായി? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കാറ്റഗറി നമ്പർ ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ. 715/2025 കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവൺ മെസ്സേജിലൂടെ ആണെങ്കിലും അറിയിക്കാം കേട്ടോ. ഓക്കെ, ഫീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇനീഷ്യലി നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. PG BEd MEd ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? യെസ്, ക്വാളിഫിക്കേഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ. Persons who have acquired MEd in concerned subject recognized by any university in Kerala are exempted from BEd qualification ആണ് പറയുന്നത്. Then